നിങ്ങൾ ഏജ് എത്ര പ്രായം എത്രയാണ്? 38 പ്രായം. 38. പ്രായത്തിന്റെ അല്ല പ്രശ്നം, മനസ്സ് ശുദ്ധി ഇല്ലെങ്കിൽ എത്ര പ്രായം ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സ് ശുദ്ധി ഇല്ലെങ്കിൽ പ്രായമായിട്ട് എന്ത് കാര്യമുണ്ട്? മനസ്സ് സൂപ്പർ ഉണ്ടെങ്കിൽ പ്രായം. വിദ്യാഭ്യാസം കുറെ ഉണ്ട്. നമ്മളൊരാളെ എപ്പോഴും വേദനിപ്പിക്കുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, കരയിപ്പിക്കുന്നു, ദ്രോഹിക്കുന്നു. പിന്നെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഈ ഉള്ളവരെ ഇഷ്ടപ്പെടുന്നല്ല, ഉള്ളറിഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ എൻ്റെ താല്പര്യം. ഇനിയിപ്പോ റിവ്യൂ ഇപ്പൊ അടുത്ത സിനിമകള് ചെയ്യാൻ പോകണമെന്ന് പറയണ്ടേ? അപ്പൊ എന്ത് വെറൈറ്റി ആണ്, അപ്പൊ എന്ത് പുതുമയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുക തിയേറ്ററിൽ? പുതിയ വെറൈറ്റികളെ കൊണ്ടുവരണം. വനിത തന്നെ വരണമെന്നാണ് ഇനി അടുത്തത് ആഗ്രഹം. അല്ലെങ്കിൽ ഏരീസ് പ്ലസിൽ പോകും. ഏരീസ് പ്ലസിൽ നമുക്ക് നല്ല തിയേറ്റർ മാനേജ് ഒക്കെ അവിടെ ഫുള്ള് സപ്പോർട്ടാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു പൊളിച്ച് ഉഷാറാക്കാം. അവിടെ ഏരീസ് പ്ലസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അടിപൊളിയായിട്ട് ഉഷാറാക്കിയ ഡാൻസ് ചെയ്യുക. ഇത്തിരി ഉച്ചത്തിൽ നമ്മൾ സംസാരിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവിടെ. പക്ഷെ വനിതാ തിയേറ്റർ ഇത്തിരി കുറച്ച് പറയാം. പ്രോഗ്രാമാണ് മൊത്തം. വലിയ സപ്പോർട്ട് ആകുന്നില്ല. പിന്നെ ഇപ്പൊ വനിതൊക്കെ വന്നാൽ തന്നെ നമ്മ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ റിവ്യൂ കൊടുക്കുന്ന സാധാരണ രീതിയിൽ റിവ്യൂ എടുത്തിട്ട് വേറെ തിയേറ്ററിൽ പോയിട്ടാ നിങ്ങൾ തന്നെ അത് ഫേമസ് ആക്കി പോയി. ഞാൻ വേറെ തിയേറ്ററിൽ ഞാൻ റിവ്യൂക്ക് പോയി. എന്ത് വേണമെങ്കിൽ അവരെ ഓണർ തന്നെ പറഞ്ഞു, നീ എന്ത് വേണം മറിഞ്ഞ് തെരഞ്ഞ് എന്ത് വേണമെങ്കിൽ എടുത്തോ, ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മളവിടെ നല്ല സപ്പോർട്ടാണ്. തിയേറ്ററിൽ തന്നെ ഒന്നും പറഞ്ഞു. പുഷ്പക്ക് ഞാൻ റീലൊക്കെ ഉണ്ട്. പുഷ്പക്ക് അതൊക്കെ പിടിച്ച് കൈ ഉണ്ടാവുന്നത് അവിടെ ആയിട്ട് കറങ്ങി നല്ലതായിരുന്നു. പിന്നെ വനിതാ തിയേറ്ററിൽ പിന്നെ വന്നില്ല. പിന്നെ വരാൻ സമയം കിട്ടില്ല, പിന്നെ വന്നതുമില്ല. നീ നമുക്ക് ലോകയ്ക്ക് നോക്കാം. ലോകയ്ക്ക് ഹൃദയപൂർവ്വം നോക്കണം. പിന്നെ ഒറ്റക്കൊമ്പന ഏതാണ്? സെലിബ്രിറ്റീസ് കണ്ടവരെല്ലാം ഈ സെലിബ്രിറ്റിയിൽ കണ്ട ഇവനെ വെച്ചിട്ട് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നതാണ്. ടിനു ടോം സാറ്, പിന്നെ മറ്റേ ബാക്കിയെല്ലാം സ്റ്റാർ മാജിക്കിലുള്ള അവരെല്ലാം നല്ല രീതിയിൽ പേരനെ വിട്ടാല് ബാക്കി എല്ലാവരും സൂപ്പറാണ്. അവൻ പോലെ അവനെ ആയിട്ടാണ് നമുക്ക് ഇത്രയും ഇത്. അവൻ പറയുന്നത് തന്നെയല്ലേ നമുക്ക് അഭിനയിക്കാറുള്ളത്. നമുക്ക് എന്റെ ആ ഷോർട്ട് ഫിലിം ഒക്കെ അവൻ കണ്ടില്ല. അവൻ കണ്ടു നോക്കട്ടെ, എന്നിട്ട് അഭിനയിക്കില്ല അറിയാമെന്ന് അഭിനയിക്കാറുണ്ട്. വെറും കോമാളത്തിലാണ് കാണിക്കുന്നത്. ബിഗ് ബോസ് ഏതാണ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇപ്പോഴത്തേല് വെച്ച് നോക്കിയ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും കാണുന്നുണ്ട്. അനീഷ് കുഴപ്പമില്ല, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ഒരു 10-15 പ്രാവശ്യം പറയുമെങ്കിലും ഫുള്ളി നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് അനീഷ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നൂറ വിളിച്ചാൽ പോകണമെന്ന് താല്പര്യമുണ്ട്. വിളിച്ചാൽ മതി. നിങ്ങളെ ഫിനാൻഷ്യലി ആരും പറ്റിച്ചിട്ടുണ്ടോ? ഇത് ഇല്ല പറ്റിക്കുന്ന നമ്മളെ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡീസെന്റ് ആയിട്ട് എല്ലാരും ഫിനാൻഷ്യലി പറ്റി അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നല്ല നീറ്റായിട്ട് അവര് അത്ര നല്ല സ്നേഹമാണ്. അതന്നെ നമുക്ക് ഭക്ഷണം തന്നെ കഴിക്കാൻ പറ്റുന്നില്ല ഈ സ്നേഹം കൊണ്ട്. പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഒരു ആദ്യം വൈറലായത് എന്റെ പാട്ടിലൂടെയാണ്. അപ്പൊ ഞാൻ പാട്ട് പാടാം. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. മൊബൈൽ നോക്കിനാ, മൊബൈൽ കണ്ടിനാ, മൊബൈൽ തിന്നിനാ. വാട്സപ്പ് നോക്കിനാ, വാട്സപ്പ് കണ്ടിനാ. ഫേസ്ബുക്ക് നോക്കിനാ, ബസ്സിലെ പോയിനാ, കാറില് വന്നിനാ ആനാ. ഫേസ്ബുക്ക് നോക്കിനാ, ബസ്സിലെ പോയിനാ, കാറിലെ വന്നിനാ ആനാ. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. ഓക്കെ. ഓഹോ
കൊള്ളാം. അടിപൊളി. ഇനി ഗിംബോയിലോട്ട് പറയൂ. കിംബോയി പണ്ടേ ഉള്ളവർ ഇപ്പോഴും പാടുന്ന ഒരു പാട്ട് തന്നെ പാടാം. അത് ആ പാട്ട് ഞാൻ ചുമ്മാ പാടിയില്ല ഇതൊക്കെ ആയത്. കിംബോയി എന്നൊക്കെ ആക്കിയതേ. പറന്നടിക്കും കിംബോയി, കെട്ടിയടിക്കും കിംബോയി, മലർത്തിയടിക്കും കിംബോയി, ചുറ്റിയടിക്കും കിംബോയി, പൊങ്ങി പറക്കും കിംബോയി, ഉയർന്നടിക്കും കിംബോയി, നിന്നടിക്കും കിംബോയി, ഇരുന്നടിക്കും കിംബോയി, ചേർത്തടിക്കും കിംബോയി, വളർത്തിയടിക്കും കിംബോയി, ചുറ്റിയടിക്കും കിംബോയി, ഇടിച്ചു കുത്തും കിംബോയി, കുനിച്ചടിക്കും കിംബോയി, ചേർത്തടിക്കും കിംബോയി, കിംബോയി. ഈ കിംബോയിൽ പേര് ആരായിട്ടുള്ളത്? കിംബോയിൽ പേര് വന്നതിനാ കിംബോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിയുണ്ട് നമ്മുടെ എന്റെ പാർട്ടിയിലുണ്ടല്ലേ, ഒരു ആണി, ഒരു ക്യാരക്ടറാണ് ആണി. ആ ആണിയെ കുത്തിയ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സൂചിയാണ്. അത് നമ്മുടെ സാധാരണ ആണി തന്നെ നിൽക്കുന്നത്. അനിയെ കിംബോയി എന്നാ പേരിട്ടത്. പിന്നെ എന്റെ ഒഫീഷ്യൽ നെയിം ആ ആണിയിലൂടെ ഞാൻ കിംബോയി ആക്കിയായിരുന്നു. നിങ്ങൾ ആക്കിയതാ? ടൈഗറിന്റെ പേരാ? ടൈഗർ പേര് ഇടുന്ന കുറെ പേര് സെലക്ടഡ് ആണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആട് ജീവിതത്തിൽ ടൈഗർ വന്നു. അപ്പൊ ഞാൻ ഒരു നല്ലൊരു പുലി, ടൈഗർ പറയുമ്പോ നല്ലൊരു എനർജിക്കലുള്ള ഒരു സംഭവമല്ലേ ടൈഗർ. അപ്പൊ ആ പേര് ഞാൻ സ്വയമായിട്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത മീഡിയ ഏതാണ്? മാക്സിക്കോ സപ്പോർട്ട് തന്ന മീഡിയ? സപ്പോർട്ട് ഇപ്പൊ പറഞ്ഞ മാഗ്നറ്റിക് മീഡിയ, പിന്നെ സ്മാർട്ട് പിക്സ് മീഡിയ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ നാട്ടിലെ മീഡിയകളും വിജയ മീഡിയ, പിന്നെ ഗ്രീൻ മീഡിയ, വിഷൻ, ഇത് വില്ലേജ് മീഡിയ ഉണ്ടല്ലോ നാട്ടില്, വിസ്മയ ന്യൂസ്, അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. വിസ്മയ ന്യൂസ് ഈ തിരുവനന്തപുരം ആറ്റിങ്ങല് വിസ്മയ ന്യൂസ്.